ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കർണാടകയിലെ ഹുബ്ബളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ മജസ്റ്റിക് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അവിടെ നമ്മൾ 9 മണിക്കാണ് നമ്മളെ ട്രെയിന്. നാളെ രാവിലെയാണ് കല്യാണം. ഈ ട്രെയിനിന് പോയാലും ഏകദേശം രാവിലെ 4 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. അപ്പം തന്നെ റീമോൻ എന്തൊക്കെയോ വർക്ക് വന്നു. അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് ശ്വേത എത്തി. ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഒരു ആമസോൺ വൗച്ചറാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. ഇനി നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഹുബ്ലി റെയിൽവേ സ്റ്റേഷനിലെത്തി. പറഞ്ഞതിലും നേരത്തെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഒരു 4:15 ഞങ്ങളിവിടെ എത്തേണ്ടത്. പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ 3:45 ആകുമ്പോഴത്തേക്ക് ഹുബ്ലി എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകാൻ. ബാംഗ്ലൂരുള്ള പോലെ ഇവിടെ ക്യാബ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ പാട് ഓട്ടോക്കാരെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഒരു സെക്യൂരിറ്റിയും അതുപോലെ ഒരു റിസപ്ഷനിസ്റ്റും മാത്രമേ ഹോട്ടലിലുള്ളൂ. അങ്ങനെ അയാളെ നമുക്ക് റൂമൊക്കെ പറഞ്ഞു തന്നു. ഇനി നമ്മൾ റൂമിലേക്ക് പോകാമെന്ന്. നമ്മുടെ കല്യാണ ചെക്കൻ അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ 3rd ഫ്ലോർ എത്തി. ഇവിടെയാണ് നമ്മുടെ റൂം. ഇനി അവനെ എണീപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല കിടിലം വ്യൂ ആയിരുന്നു. റൂമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ റൂമിൽ നിന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അപ്പം ഞങ്ങൾക്ക് ഇപ്പം തന്നെ വേഗം റെഡി ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 8 മണിക്ക് തന്നെ കല്യാണം സ്റ്റാർട്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കർണാടകയിലെ ഹുബ്ബളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതൊരു 2 സ്റ്റേറ്റ്സ് കല്യാണമാണ്. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് UP-കാരനും പിന്നെ ബ്രൈഡ് ഫ്രം കർണാടക, ഹുബ്ലി. അപ്പം ഇതാണ് രണ്ടുപേര്. ഇതാണ് നമ്മുടെ വരൻ, വധു. ഇതാണ് മാരേജ് ഹാള്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഹുബ്ലി സ്റ്റൈൽ കല്യാണം. നമ്മളിപ്പോൾ 8 മണിക്കാണ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ ചടങ്ങുകളൊക്കെ രാവിലെ 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ധാരാളം ചടങ്ങുകളുണ്ട് ഇവിടെ. പല വെറൈറ്റി എന്ന് പറയാൻ പാടില്ല, പക്ഷെ പല തരത്തിലുള്ള ചടങ്ങുകൾ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമാണ്. ചടങ്ങുകളുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് വേറൊന്നും നോക്കിയില്ല. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ കൗണ്ടറിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മളെ പകുതി വയറ് നിറഞ്ഞ പോലെ. അതായത് ഇഡ്ഡലി, വട, കേസരി, എല്ലാവിധ ഐറ്റംസും ഉണ്ട്. അതുമാത്രമല്ല നല്ല ആലു പൊറോട്ടയുടെ ലൈവ് കൗണ്ടർ തന്നെ ഇവിടെയുണ്ട്. ഒരു ഷെഫ് നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. മാളൊന്നും ഇതുവരെ ഒരു വട തന്നെ കംപ്ലീറ്റ് കഴിക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഇവിടുന്ന് 2-3 വടയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ വട കഴിച്ചിട്ട് നിർത്തിയോ അതുമില്ല. അത് കഴിഞ്ഞ വട ഒരു ആലു പൊറോട്ട. അങ്ങനെ എന്നെ മാത്രം പറയണ്ട, ഇവനും കുറവൊന്നായിരുന്നില്ല. നല്ല വിഷയമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. നമ്മൾ കഴിച്ച ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞായിരിക്കുന്നത്. പക്ഷേ ഇവിടെ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കുന്നതാണ്. എവിടെയും എത്തിയിട്ടില്ല. പറഞ്ഞു തരാം ഇതെന്താ ചടങ്ങെന്നറിയില്ല. അപ്പോൾ പെണ്ണും അതുപോലെ ചെക്കനും സ്റ്റേജിൻ്റെ പുറകിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് കാര്യം എന്നറിയില്ല നമുക്ക്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം പെണ്ണിൻ്റെ അച്ഛൻ ഈ വരനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അടുത്ത ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു ചടങ്ങാണിത്. അതായത് ചെക്കനും പെണ്ണും പരസ്പരം കാണാതെ ഈ ഒരു കർട്ടൻ്റെ 2 സൈഡിലായിട്ട് നിൽക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ചടങ്ങുകളെക്കുറിച്ച് കൃത്യമായിട്ട് അവനും അറിയില്ല. കാരണം അവൻ UP-കാരനായതുകൊണ്ട് അവൻ അറിയില്ല. ഇവിടെയുള്ള കന്നഡ സ്റ്റൈൽ ചടങ്ങാണിതൊക്കെ. അപ്പോൾ അവന് പൂജാരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്താണ് എന്നുള്ളത്. അങ്ങനെ ചടങ്ങ് ആരംഭിച്ചു. അവരെന്തൊക്കെയോ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങിയ കല്യാണമാണ്. ഇപ്പം സമയം 11 മണി. ഇതുവരെ താലികെട്ട് എന്നുള്ള ചടങ്ങ് തുടങ്ങിയിട്ടേ ഇല്ല. ഇനിയിപ്പോൾ അത് എത്ര മണിക്കായിരിക്കും നമുക്കൊരു നിശ്ചയമില്ല. ശരിക്കിപ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇനി ഇത് എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്നല്ല, അതുകൊണ്ട് വീഡിയോ നമ്മൾ കുറച്ച് കട്ട് ചെയ്യുന്നതാണ്. ഇതെന്നാ ചടങ്ങെന്ന് വെച്ചാൽ ഇവർ ഈ തുണി പെട്ടെന്ന് മാറ്റുമ്പം ഇവരുടെ 2 കൈയിലും കുറച്ച് അരിമണി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പരസ്പരം തലയിലേക്ക് ഇടണം. അത് ആദ്യം ഇടും. അങ്ങനെ എന്തോ ഒരു ചടങ്ങാണിത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പാവം നമ്മളെ ചെക്കൻ, അവനോട് ഇതാരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാ വേണ്ടതെന്ന്. അവൻ്റെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അവരെന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിന്. പക്ഷേ ആക്ച്വലി ഇത് എന്താണ് വേണ്ടതെന്ന് അവന് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുള്ളത് നമുക്ക് ഇനിയിപ്പോൾ കാണാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ക്യാമറ ഓഫാക്കിയപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് ജസ്റ്റായിട്ടൊന്ന് മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ചെക്കൻ തോറ്റു ഗൈസ്. അവളുടെ സൈഡിൽ നിന്നാണ് ആദ്യം അരിയൊക്കെ ഇട്ടത്. അതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ശരിക്കും ഇവനോട് ഈ റൂൾസ് ഒന്നും അവർ പറഞ്ഞു കൊടുത്തില്ല, അല്ലേ ഞങ്ങൾ ജയിക്കുമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ നിമിഷം എത്തി. അവർ മാലയിട്ടിരിക്കുകയാണ്. പക്ഷേ പിന്നീട് നമ്മൾ സത്യം മനസ്സിലാക്കിയത് കല്യാണം ഇതോടും കഴിഞ്ഞില്ല. ഇനിയുണ്ട് ചടങ്ങുകൾ ബാക്കി.
ചെറിയ 2 ചടങ്ങുകൾ നമ്മൾ കട്ട് ചെയ്തു. അത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പോലെ ആരതുയ്യൽ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ചടങ്ങായിരുന്നു ഇത്. അപ്പോൾ ഒരു 5-6 കളർ അരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലിടണം. പക്ഷേ പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അവൾ എണീച്ചിട്ട് വേണം ഓരോ അരികളും തലയിലിടാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരിക്കണം, പിന്നെ ചെക്കനിടും, പിന്നെ വീണ്ടും പെണ്ണെണിക്കണം. നമ്മുടെ ചെക്കൻ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അവൻ ഇതുവരെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കല്യാണം. ചെക്കൻ മാത്രമല്ല, നമ്മളും ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇത് കളർ അരിക്കൊരു കളർ ചെയ്തതായിരിക്കും. കാരണം നല്ല ചോന്ന കളറൊക്കെ അരി ഉണ്ടായിരുന്നു. ചോന്ന പച്ച കളർ അരി. പിന്നെ നമ്പൂരിക്ക് ഹിന്ദി അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവനും അവൻ്റെ റിലേറ്റീവ്സിനൊന്നും മനസ്സിലായിരുന്നില്ലായിരുന്നു. ഫുൾ കന്നഡയിലായിരുന്നു കല്യാണം, പിന്നെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ അരിയിലുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പക്ഷെ അരിയിടൽ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനിയുണ്ട് വേറെ കുറച്ച് ചടങ്ങുകൾ. ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്ന മറ്റൊരു ചടങ്ങാണ്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ ചടങ്ങുകൾ ഇത്രയും കൂടാൻ കാരണം എനിക്ക് തോന്നുന്നു വധുവിൻ്റെ സൈഡ് ബ്രാഹ്മിൻസാണ്. പിന്നെ അവരുടേതായ ചടങ്ങുകൾ സാധാരണ കൂടുതലായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ബ്രാഹ്മിൻസിൻ്റെ കല്യാണത്തിന് ചടങ്ങുകൾ കുറച്ച് കൂടുതലല്ലേ. പിന്നെ കർണാടകത്തിൽ എങ്ങനെയാണെന്നറിയില്ല, എല്ലാവർക്കും ഇതുപോലെ ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് അവനെ കൊണ്ട് എന്തോ പ്രോമിസൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. പ്രോമിസ് ആണെന്നറിയില്ല. അതൊക്കെ നമ്മളെ നാട്ടിലെ കല്യാണം 1 മണിക്കൂർ കൊണ്ട് എല്ലാ ചടങ്ങും കഴിഞ്ഞ് സദ്യ വിളമ്പാൻ തുടങ്ങും. ഇതിപ്പോൾ 1 മണിയായി, എന്നിട്ടും താലികെട്ട് നടന്നില്ല. ഇതൊക്കെ രാവിലെ തന്നെ അവളുടെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ അവന് കൊടുക്കാനുള്ളതാണെന്ന് തോന്നുന്നു. കുറേ സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്, പിന്നെ കുറേ വീട്ടു സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആ സാധനങ്ങളൊക്കെ നോക്കി വരുമ്പോഴത്തേക്ക് അടുത്ത ചടങ്ങ് ആരംഭിച്ചു. ഈ വധുവിനെയും വരനെ ഇരുത്തിയിട്ട് എല്ലാവരും ചുറ്റിലിരുന്നിട്ട് അവരൊക്കെ ഒരു നൂല് ഇങ്ങനെ കണക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. വട്ടത്തിലിരുന്നിട്ട് അതിൻ്റെ നടുവിലാണ് അവർ രണ്ടാളും ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഏതായാലും ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് വെച്ച്. പക്ഷെ അപ്പോഴേക്ക് ഇവിടെ അടുത്ത് എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുണ്ട്. ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെത്തി. പിന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. മോർണിംഗ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നമ്മൾ വരുമായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല അത്. അപ്പോൾ നമ്മൾ പൂളിനടുക്കൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ കാണുന്നത്, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇലയിട്ട് വെച്ചത്, അവിടെ ഇവർക്ക് ഇരുത്തിയിട്ട് ഇവർക്കുള്ള സദ്യ കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെയോ ഒരു പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ താലി കെട്ടിയതിന് ശേഷം കൊടുക്കാറില്ലേ പഴം അല്ലെങ്കിൽ മുന്തിരിയൊക്കെ, അതുപോലുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവരുടെ നാട്ടിലെ സ്റ്റൈലാണിത്. ഇനി ഇത് കൊടുക്കുന്നതിന് മുന്നേ അവനെന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പുറത്തു പോയി ഏതോ ഒരു ഗ്യാപ്പിൽ താലി കെട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെപ്പാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അടുത്ത ചടങ്ങുകൾ ഇവർ സ്റ്റാർട്ട് ചെയ്തു. കാരണം വന്ന സമയത്ത് അവരെ കഴുത്തിൽ താലി കാണുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ കല്യാണത്തിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, പെണ്ണിൻ്റെ വീട്ടുകാർ ചെരുപ്പ് ഒളിപ്പിച്ച് വെച്ചിട്ട് ചെക്കനോട് പൈസ ചോദിക്കാറുണ്ട്. അതിന് പകരം ഇവിടെ അവർ രണ്ടാളും ഈ ഫേറ എടുക്കുമ്പോൾ കെട്ടേണ്ട ഷോളാണ് ഇവരെടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവനോട് പൈസ ചോദിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ചടങ്ങുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. മാള് നേരത്തെ പറഞ്ഞതുപോലെ അവരാ ഷാള് വെച്ചിട്ട് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ ഈ ഹോമകുണ്ടം, എന്താ പറയുക, അഗ്നികുണ്ടം, അതിന് ചുറ്റും ഇങ്ങനെ വലം വെക്കുകയാണിപ്പോൾ. അത് ഇവിടെ ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ഒരു പച്ച കളർ ഹജ്മോലൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ചെക്കനും പെണ്ണൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. കാര്യം എന്താണെന്നറിയില്ല, എന്തെങ്കിലും ചടങ്ങായിരിക്കും. അതിനുശേഷം പക്ഷേ അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും അകത്തേക്ക് വന്നു. പുറത്തുനിന്ന് എന്താ ചെയ്തത് നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ 2 മണിക്കായതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹാളിലേക്ക് വന്നു. ആക്ച്വൽ പ്ലാൻ പ്രകാരം ഈ സമയത്ത് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തോ കാര്യങ്ങൾ ഡിലേ ആയതുകൊണ്ട് ഇനി റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല കർണാടക സ്റ്റൈൽ അടിപൊളി സദ്യയാണ്. പല വെറൈറ്റികളാണ്. കറികളെ പേരൊന്നും നമുക്കറിയില്ല. ചോറുണ്ട്, പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയുള്ളതെന്ന്. മാളൂന് അത്രയും ഇഷ്ടമായില്ല ഫുഡ്. രാവിലെ കഴിച്ചത്ര ഹാപ്പി ആയിരുന്നില്ല ലഞ്ച്. പിന്നെ ചപ്പാത്തി പൂരിയൊക്കെ വന്നപ്പോൾ ഓക്കെ ആയി. ഇനി നമുക്ക് വേഗം കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി സ്റ്റേഷനിലേക്ക് വന്നു. കല്യാണം ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. നമ്മൾ ട്രെയിന് 2 മണിക്കാണ് ഓടിക്കതിച്ച് നമ്മൾ വന്നിട്ടുള്ളത്. പ്ലാറ്റ്ഫോം 6 നമ്മൾ ട്രെയിൻ വരുന്നതെന്ന് പറയാം. അപ്പോൾ ഇതുവരെ വന്നില്ല, വരട്ടെ. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ ഇപ്പോൾ സമയം 2:05 നമ്മൾ ട്രെയിൻ പുറപ്പെടാൻ പോകുന്നത്. അങ്ങനെ വിക്കീൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കല്യാണം കുറച്ച് രാത്രി ഒരു 9:30 കഴിയും എന്തായാലും നമ്മളവിടെ എത്താം, ബാംഗ്ലൂർ എത്താൻ വേണ്ടി. ശരി. അപ്പോൾ ഏകദേശം നമ്മൾ ബാംഗ്ലൂർ എത്താനായി. ഏതാ സ്റ്റേഷൻ എന്നറിയില്ല ഇത്, പക്ഷേ ഇനി 1-2 സ്റ്റേഷൻ കൂടിയുള്ളൂ ബാംഗ്ലൂരേക്ക്. അപ്പം നമ്മൾ യശ്വന്തൂർ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു, കാരണം അവിടെ നിന്ന് നമുക്ക് മെട്രോന് പോകാൻ പറ്റും. അപ്പം നമ്മൾ യശ്വന്തൂർ എത്തി. ഇനി ഇവിടെ നമുക്ക് യശ്വന്തൂർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ കാണുന്നത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് തൊട്ടടുത്താണ് മെട്രോ സ്റ്റേഷൻ. ഇനി അവിടുന്ന് മെട്രോ എടുത്തിട്ട് നമുക്ക് ട്രിനിറ്റി ഇറങ്ങണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇനി എല്ലാവർക്കും അറിയുന്ന പോലെ മെജസ്റ്റിക്കിൽ നമുക്ക് മാറിക്കയറണം, എന്നാലേ നമുക്ക് ട്രിനിറ്റി ഇറങ്ങാൻ കഴിയും. അപ്പോൾ നമുക്ക് പോകേണ്ട വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ കയറി. എന്തായാലും സീറ്റൊന്നും ഒഴിവില്ല, പക്ഷേ അധികം വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. നമ്മളിവിടെ എത്തി. ഇപ്പോൾ വീട്ടിൽ കയറാൻ പോകുന്നത് ഭയങ്കര ടയറിങ് ആയ യാത്രയായിരുന്നു.